ഞങ്ങളുടെ ലോക്സഭാ സീറ്റ് അവലോകനം, കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ ചാലക്കുടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊന്നാനിയിലേക്കൊന്ന് പോവുകയാണ്. കാരണം പൊന്നാനിയിൽ ഇപ്പോൾ ചിത്രം തെളിഞ്ഞു, വ്യക്തമായി. ലീഗ് വിമതൻ, ലീഗ് വിട്ട KS ഹംസയാണ് LDF സ്ഥാനാർത്ഥി. നമ്മൾ നേരത്തെ വീഡിയോ അതേപറ്റി ചെയ്തിരുന്നു. പിന്നെ ലീഗിന്റെ UDF സ്ഥാനാർത്ഥിയായിട്ട് സമദാനിയെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലീഗ് വിട്ടുവന്ന KS ഹംസയും LDF സ്ഥാനാർത്ഥിയായിട്ട് ഹംസയും സമദാനി, ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായ അബ്ദുസമദ് സമദാനിയും തമ്മിലുള്ള മത്സരമാണ് അരങ്ങേറുക. അതിൻ്റെ ചില കണക്കുകളിലേക്ക് ഞങ്ങൾ വരാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 2019 കണക്ക് പറയുന്നതിന് മുമ്പ് തന്നെ എത്രയോ കാലം ലീഗിന്റെ ഒരു കോട്ടയായിട്ട് നിലനിന്നു പൊന്നാനി എന്നുള്ളത് നമ്മൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതായത് 1971 എത്രയോ വർഷം മുമ്പ് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത്. അന്ന് 71 MK കൃഷ്ണൻ ജയിച്ചു. അതിനുശേഷം 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള 77 ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിയുടെ എമർജൻസി കഴിഞ്ഞിട്ട് ലീഗിന്റെ അഖിലേന്ത്യാ നേതാവ് GM ബനത്വാല ജയിക്കുന്നു. പിന്നെ 80 ബനത്വാല ജയിക്കുന്നു, 84 ബനത്വാല ജയിക്കുന്നു, 89 ബനത്വാല ജയിക്കുന്നു. അങ്ങനെ 5 തവണ തുടർച്ചയായിട്ട് പൊന്നാനിയിൽ നിന്ന് പാർലമെന്റിൽ പോയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാവ് GM ബനത്വാലയാണ്. നമ്മളൊന്ന് ഓർത്തിരിക്കുക. 91 ഇബ്രാഹിം സുലൈമാൻ സേട്ട്, ലീഗിന്റെ അഖിലേന്ത്യാ നേതാവ്, പൊന്നാനിയിൽ ജയിക്കും. ബനത്വാല ഒന്ന് മാറി നിന്ന് കൊടുത്തു. പക്ഷെ 96 ബനത്വാല വീണ്ടും വരുന്നു. ആദ്യം 5 തവണ ജയിച്ച MP ആയ ആളാണ്. 5-20 അതിനിടയ്ക്ക് പിന്നെ ഇടക്കാല ഇലക്ഷൻ വന്നതുകൊണ്ട് 25 വർഷം പറയാൻ പറ്റില്ല. അപ്പൊ 96 വീണ്ടും ബനത്വാല വരുന്നു. 98 ബനത്വാല തന്നെ വീണ്ടും വന്ന് ജയിക്കുന്നു. 1999 ഇടക്കാല ഇലക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ബനത്വാല ജയിക്കുന്നു. അങ്ങനെ 8 തവണയാണ് പൊന്നാനിയിൽ നിന്ന് GM ബനത്വാല ഓഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജയിച്ചത്. ഈ ഒരു ചരിത്രം നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണണം. അന്നത്തെ പൊന്നാനിയാണോ ഇപ്പോഴത്തെ പൊന്നാനി എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ഒരു ചരിത്രം ഞങ്ങൾ ബ്രീഫായിട്ട് പറഞ്ഞത്. സാധാരണഗതിയിൽ ഞങ്ങൾ 3 ഇലക്ഷൻ്റെ ചരിത്രമേ പറയാറുള്ളൂ. പക്ഷെ പൊന്നാനി പറയുമ്പോൾ നമ്മൾ ഇതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ 2019 വരിക. 2019, 2014, 2009 ഈ 3 ഇലക്ഷനിലും ജയിച്ചു വന്നത് ET മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ലീഗിന്റെ സമുന്നത നേതാവ്, വളരെ സീനിയറായ നേതാവ്. അപ്പൊ 2019 ETയുടെ ഭൂരിപക്ഷം അതിഭീകര ഭൂരിപക്ഷമാണ്. അതായത് 1,93,273 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ET മുഹമ്മദ് ബഷീർ PV അൻവറെ തോൽപ്പിച്ചത്. ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരിച്ച PV അൻവറെ തോൽപ്പിച്ചത് 2 ലക്ഷത്തോളം വോട്ടിന്, അതായത് ഒരു 7000-ൽ താഴെ വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഭൂരിപക്ഷത്തിലെ ഒരു വൻ വിജയമായിരുന്നു ETക്ക് കിട്ടിയത്, സംശയമില്ല. അവിടെ പിന്നെ BJPയുടെ രമ നേടിയത് വെറും 1,10,000 വോട്ട് മാത്രം, ഒട്ടും നിർണായകമല്ല. പിന്നെ തീവ്ര മുസ്ലിം സംഘടനയായ SDPIക്ക് ഒരു 18,000-ലധികം വോട്ട് കിട്ടി, ഒരു 1.25% മാത്രം, അതും നിർണായകമല്ല. അപ്പൊ മുസ്ലിം തീവ്രവാദം പറയുന്ന പാർട്ടികൾക്കൊന്നും ആ മലപ്പുറത്തിന്റെ മണ്ണിൽ, പൊന്നാനിയിലോ മലപ്പുറത്തോ ഒന്നും വലിയ വേരോട്ടമില്ല എന്നാണ് ഇത് കഴിഞ്ഞ ഇലക്ഷനും തെളിയിക്കുന്നത്. 2019 കാരണം മുസ്ലിങ്ങൾ അവർ ചിന്തിക്കുന്നത് ആ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണ് വിശ്വസിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, അല്ലെ അവർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊരു യാഥാർത്ഥ്യം ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് മലപ്പുറത്ത് പോലും അല്ലെ പൊന്നാനിയിൽ പോലും SDPIക്ക് ഇത്രയും കുറച്ച് വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 2014 വരിക. അന്ന് ET ജയിച്ചത്, അന്ന് ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു. കോൺഗ്രസ് വിട്ടുവന്ന V അബ്ദുറഹ്മാനാണ് അന്ന് ETക്കെതിരെ മത്സരിച്ചത്. ഇപ്പോഴത്തെ കായിക മന്ത്രി പിണറായി 2 സർക്കാരിലെ ആ അബ്ദുറഹ്മാൻ തന്നെ. അദ്ദേഹം ETയെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു എന്ന് തന്നെ പറയാം. ET വിയർത്ത് വശം കെട്ട് ജയിച്ചു പോകാൻ വേണ്ടി. അത്ര കടുത്ത പോരാട്ടമാണ്. ഈ പഴയ ചരിത്രം ഞങ്ങൾ പൊന്നാനി പറഞ്ഞതുകൊണ്ടാണ്. പൊന്നാനി ഒത്തിരി മാറിപ്പോയി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഏറ്റവും ഒടുവിലത്തെ അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് നോക്കുമ്പോൾ നമ്മൾ വീണ്ടും ഞെട്ടും. അതിലേക്ക് ഞങ്ങൾ വരികയാണ്. അപ്പൊ 2014 ETക്കെതിരെ V അബ്ദുറഹ്മാൻ നേടിയത് ഉജ്ജ്വല പോരാട്ടത്തിലുള്ള വൻ മുന്നേറ്റമാണ്. അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും
പിന്നെ വി അബ്ദുറഹ്മാൻ നേടിയത്. വെറും 25,410 വോട്ടിനാണ് അന്ന് ET ജയിച്ചത്. കടന്നുകൂടി എന്ന് വേണേൽ പറയാം. വിയർത്ത് കടന്നുകൂടി ET മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന സമുന്നത നേതാവ്. അത്ര ടൈറ്റ് ഫൈറ്റാണ് വി അബ്ദുറഹ്മാൻ പൊന്നാനിയിൽ കാഴ്ചവെച്ചത് 2014. ചെറിയ കാര്യമല്ല. അന്ന് BJPയുടെ K. നാരായണൻ മാസ്റ്റർക്ക് വെറും 75,000 വോട്ടേ കിട്ടി. SDPIക്ക് വെറും 26,640 വോട്ട്. ഒന്നും നിർണായകമല്ല, ഒരു കാര്യമില്ല. ഇനി 2009 ET ജയിച്ചത്, ഹാട്രിക് നേടി പൊന്നാനിയിൽ ET 2009, 2014, 2019. അപ്പോൾ 2009 ETക്ക് എതിരാളി ഹുസൈൻ അണ്ടത്താണിയായി. ഹുസൈൻ അണ്ടത്താണി സ്വതന്ത്രനായിട്ട്, ഇടത് സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. പക്ഷേ ET 80,684 വോട്ടിന് ജയിച്ചു. അതൊരു മാന്യമായ ഭൂരിപക്ഷമാണ്. BJPയുടെ ജനേന്ദ്രൻ മാസ്റ്റർക്ക് കിട്ടിയത് വെറും 57,710 വോട്ട്. അപ്പോൾ BJP ഈ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിർണായകമേ അല്ല പൊന്നാനി മണ്ഡലത്തിൽ. ഇനി വരാനിരിക്കുന്ന ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിലും BJP എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പോൾ പിന്നെ മത്സരം ഇത്തവണ ആരൊക്കെയാണ്? ഹംസയും ET തമ്മിലുള്ള പൊരിഞ്ഞൊരു പോരാട്ടമാണ് പൊന്നാനി കാണാൻ പോകുന്നത്. അതാണ് രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഒരു ഡെമോഗ്രഫി എടുത്ത് നോക്കിയാൽ, കാരണം ഈ മണ്ഡലത്തിൻ്റെ ഡെമോഗ്രഫി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഇവിടുത്തെ ജനസംഖ്യ പരമായിട്ട് എങ്ങനെയാണ്? ജനസംഖ്യയിൽ 68.31 മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കൾ മൊത്തം 31.02%. അതായത് 70% മുസ്ലിം ജനസംഖ്യയുള്ള ഒരു മണ്ഡലമാണ് പൊന്നാനി. SC ഒരു 5%. അപ്പൊ ഇവിടെ വരുന്ന രാഷ്ട്രീയ മാറ്റങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്ത് സംഭവിക്കും? അതാണല്ലോ പ്രധാനം. അസംബ്ലി സെഗ്മെന്റ്സിൽ കഴിഞ്ഞ 2021 ഇലക്ഷനിൽ സംഭവിച്ചതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന പൊന്നാനിയുടെ പൊളിറ്റിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത്, രാഷ്ട്രീയ യാഥാർത്ഥ്യം. പൊന്നാനി മണ്ഡലത്തിലെ ലോക്സഭയിലെ 7 അസംബ്ലി സീറ്റ്, അതിൽ പാലക്കാട് ജില്ലയിലെ ഒരു മണ്ഡലം മാത്രമേ പെടുന്നുള്ളൂ. ബാക്കിയെല്ലാം മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളാണ്. അത് അതിൻ്റെ ഒരു ഓർഡറിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരൂരങ്ങാടി, അവിടെ ജയിച്ചത് KPA മജീദ്, ലീഗിന്റെ സമുന്നത നേതാവ്. അപ്പൊ ലീഗ് UDFന്റെ മണ്ഡലം. 2 താനൂർ ജയിച്ചത് വി അബ്ദുറഹ്മാൻ. ഇപ്പോഴത്തെ പൊന്നാനിയിൽ കഴിഞ്ഞ തവണ 2014 പൊന്നാനിയിൽ ET നേരിട്ട് അതേ അബ്ദുറഹ്മാനാണ് താനൂരിൽ മത്സരിച്ച് LDF സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചത്. അദ്ദേഹം മന്ത്രിയുമായി. 3 തിരൂരിൽ കുറുക്കോടി മൊയ്തീനാണ് മുസ്ലിം ലീഗിന്റെ MLA ആണ്. മൊയ്തീനാണ് അവിടുത്തെ MLA. പിന്നെ കോട്ടയ്ക്കൽ KK ആബിദ് ഹുസൈൻ ലീഗിന്റെ MLA UDF. തവനൂർ വരുമ്പം LDF പിടിച്ചു. KT ജലീൽ മുൻ മന്ത്രി തന്നെയാണ് ഇപ്പോൾ സിറ്റിംഗ് MLA. KT ജലീൽ തവനൂർ. പൊന്നാനി P നന്ദകുമാർ CPMന്റെ MLA ആണ്. തൃത്താല പാലക്കാട് ജില്ലയിൽപ്പെടുന്ന തൃത്താല ഈ മണ്ഡലത്തിലാണ്. തൃത്താല ഇത്തവണ ആരാണ് MLA? MP രാജേഷ്, ഇപ്പോഴത്തെ മന്ത്രി. അപ്പൊ തൃത്താല പാലക്കാട് ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞാലും ബാക്കി 6 ജില്ലകൾ മലപ്പുറത്താണ്. ഇത്രയും മുസ്ലിം ഡോമിനേഷനുള്ള ഈ പൊന്നാനിയിൽ ഈ ലോക്സഭയിലെ അസംബ്ലി സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ UDFന് 3 MLA ഉള്ളൂ. ലീഗിന്റെ 3 MLA മാത്രമേ ഉള്ളൂ. UDFന് 4 MLA LDFന്റെ MLA ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന്റെ. ചെറിയ കാര്യമാണോ? അതായത് 2 CPM, 2 CPM സ്വതന്ത്രര്, 4 MLA LDFന്റെ MLA, ഇടതുപക്ഷത്തിന്റെ MLA. അപ്പോൾ പൊന്നാനി മണ്ഡലത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ശക്തമായ മുൻതൂക്കം നേടിയെന്ന് വ്യക്തമായല്ലോ പൊന്നാനി ലോക്സഭയിൽ പെടുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ. അപ്പൊ ഇത് മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയാണെന്ന് ഇനി പറയാൻ പാടില്ല. അതിന്റെ ഡേറ്റ കണക്കാണ് ഞങ്ങൾ ഇപ്പൊ പറയുന്നത്. നോ മോർ. പണ്ടത്തെ പോലെ ഇന്ന് പൊന്നാനി എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം ലീഗിന്റെ കുത്തകയല്ല. അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഒട്ടേറെ മാറിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ റിസൾട്ട്. 7ൽ 4 മണ്ഡലങ്ങൾ LDF പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ചെറിയ കാര്യം. അവിടെയാണ് ഇപ്പോൾ ഒരു ഉഗ്രൻ പോരാട്ടം ഹംസയും ETയും തമ്മിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് വരാൻ പോകുന്നതെന്ന് ഒരു വാക്ക് ഓവർ ഒന്നും ആർക്കും കിട്ടത്തില്ല. അങ്ങനെ അങ്ങ് കടന്നു പോകാമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ലീഗിന്റെ ഒരു തലവേദനയാണ് പൊന്നാനി അത്ര എളുപ്പമല്ല UDFന്, ലീഗിന് എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം.